ഹേ ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു 4 to 5 വർഷം വരെ ചോദിച്ചിരിക്കുന്ന കുറെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ലാസ്റ്റ് നിമിഷം നിങ്ങൾ ഈ വൺ വേർഡ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് കേട്ട് പോയി കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഒന്ന് കൃത്യമായിട്ട് വൺ വേർഡ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മിസ്സിന് ഉറപ്പാണ്. അപ്പം എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള വൺ വേർഡ്സ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് മിസ് ഒന്ന് ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമുക്ക് നോക്കാം. സമയം കളയേണ്ട, നമുക്ക് വേഗം തന്നെ നോക്കാം കേട്ടോ. So observe the relationship between the first two terms and fill in the blank. Okay, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഇൻഡൈൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡൈൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ആണ്. അതായത് ഇൻഡൈൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? എക്സൈൻ. അപ്പം എക്സൈന്റെ ആ ഒരു കോമ്പോസിഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? സ്പോറോപൊള്ളനിൻ ആണ്. ഓക്കെ, സ്പോറോപൊള്ളനിൻ ആണ്. ഓക്കെ, ഫൈൻ. ഇത് നമ്മളോട് പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സ്പോറോപൊള്ളനിൻ എന്നുള്ളത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഡാഷ് ഇസ് ദ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേമിന്റെ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂസെലസ് ആണോ? അല്ല. ഇൻഡിഗമെന്റ്സ് ആണോ? അല്ല. പോളൻ ഗ്രെയിൻ അല്ല. എന്താണ്? നമ്മുടെ എംബ്രിയോസാക്ക് ആണ്. അതേസമയത്ത് മെയിൽ ഗെമിറ്റോഫൈറ്റ് ആണ് നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി വീണ്ടും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ എൻഡോതീക്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിലെ ഒരു ലെയർ ആണ്. അതേസമയത്ത് ടപ്പീറ്റത്തിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നറിഷ്മെന്റ് ആണ്. എന്താണ്? നറിഷ്മെന്റ് ആണ്. ഓക്കെ, ഫൈൻ. യെസ്. ഇനി ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി. അപ്പോൾ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. അപ്പം ഓവറി നല്ലതാണ്, തലാമസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫോൾസ് ഫ്രൂട്ട്സ്. എന്താണ്? ഫോൾസ് ഫ്രൂട്ട്സ് ആണ്. യെസ്. പെന്നിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ലൈൻ വരുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് റെഡി ആവുന്നില്ല. Fine. Fill in the blank. The portion of embryonal axis above the level of cotyledons in the dicot embryo is known as. Okay, അപ്പോൾ എംബ്രിയോണൽ ആക്സിസിന്റെ മുകളിലേക്കുള്ള പോർഷൻ നമ്മൾ എന്താണ്? എപ്പികോട്ടൈൽ എന്ന് വിളിക്കും. താഴേക്കാണെങ്കിൽ ഹൈപ്പോകോട്ടൈൽ എന്ന് വിളിക്കും. ഓക്കെ, ഫൈൻ. എപ്പികോട്ടൈലാണ്. ഓക്കെ. Then choose the correct answer and fill up the blank. The single cotyledon of monocotyledons are called as. ആ ഒരു സിംഗിൾ കോട്ടിലിഡനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ക്യൂട്ടല്ലം ആണ്. ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. അപ്പൊ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടപ്പീറ്റം. നറിഷ്മെന്റ് ആണ് അവരുടെ ഫംഗ്ഷൻ. റൈറ്റ്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എക്സൈൻ ഔട്ടർ വാൾ ലെയർ ഓഫ് ദ പോളൻ ഗ്രെയിൻ. അതേസമയത്ത് ഇന്നർ വാൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡൈൻ. എന്താണ്? ഇൻഡൈൻ. ഓക്കെ, ഇൻഡൈൻ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെരിസ്പേർമസ് സീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെരിസ്പോമിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇത് ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ദാറ്റ് ഗീവ് ന്യൂട്രീഷൻ ടു ദ പോളൻ ഗ്രെയിൻ ഇസ് കോൾഡ്. നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാം ടപ്പീറ്റം. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇസ് കോൾഡ്. വാട്ട് ഇസ് ദാറ്റ്? നമ്മൾ പിന്നെയും ന്യൂസെല്ലസ് കാണുന്നുണ്ട് എങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വീണ്ടും എന്താണത് കാണുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നമ്മുടെ പെരിസ്പേം അല്ലെ. യെസ്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് 2 cell പോളൻ ഗ്രെയിൻ ആൻഡ് ലേബൽ എ. അപ്പോൾ ഇവിടെ ആ ഒരു 2 celled സ്റ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് ജനറേറ്റീവ് സെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലാണ്. എന്താണ്? വെജിറ്റേറ്റീവ് സെല്ലാണ്. ഓക്കെ, വെജിറ്റേറ്റീവ് സെല്ലാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്.
ഫൈൻ, വെജിറ്റേറ്റീവ് സെൽ. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലാണ് കുറച്ചും കൂടി ലാർജർ ആയിട്ട് അതിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ജനറേറ്റീവ് സെല്ലിനെ കാണാൻ പറ്റുന്നത്. ഫ്രൂട്ട് ഡെവലപ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കോൾഡ് എന്താണ്? പാർത്തനോകാർപ്പി ആണ് ആ പ്രൊസീജിയറിന് പറയാം, അല്ല പ്രോസസ്സിന് പറയാം പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, then choose the correct answer. Removal of anthers from flower bud before the anthers dehisces using a pair of forceps. Okay, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒരു സ്റ്റെപ്പാണ്. ആന്തറിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? That is nothing but the emasculation process. Okay, ini choose the correct answer and fill up the blanks. In grasses the monocot embryo contains single cotyledon. നമ്മൾ already പറഞ്ഞു, that is scutellum. Ini choose the correct answer. A typical angiosperm embryo sac at maturity consists of എത്രയാണ്? എത്ര സെല്ലും എത്ര ന്യൂക്ലിയസും ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 7 സെൽസും അതുപോലെ തന്നെ 8 ന്യൂക്ലിയ ആണ്. 7 സെൽ 8 ന്യൂക്ലിയ സ്റ്റേജ് ആണ്. ഓക്കെ, ദ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 is isolated from the bacterium. ഈ കോളിയാണ് അല്ലെ, എസ്ട്രേഷ്യ കോളിയാണ്. അത് എഴുതാൻ പോയി കഴിഞ്ഞാൽ ഇത് പെന്നിനൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ഈ കോളി ബാക്ടീരിയ. ഓക്കെ, ഇനി അടുത്തത് ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി DNA ഫ്രാഗ്മെന്റ്സ് ആർ ജോയിൻഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് എൻസൈം. ഓക്കെ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ DNA ലിഗേസ് ആണ്. ഓക്കെ, choose the correctly matched pair from the following. Gel electrophoresis എന്താണ്? Used to produce biological products in large quantity. അത് gel electrophoresis ആണോ? അല്ല, ബയോറിയാക്ടറിന്റെ ആണ് അല്ലേ? യെസ്, ബയോറിയാക്ടേഴ്സിന് ഇവിടെ കൊടുത്തിരിക്കുന്ന സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് അതെന്താണ്? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. നമുക്കറിയാം PCR അല്ലെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ആണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് പെയർ. ഓക്കെ, fill in the blanks. In our DNA technology the DNA fragments can be separated by the ടെക്നിക് കോഡ് നമ്മളിപ്പോൾ പറഞ്ഞോളൂ, ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് അല്ലേ? ഇനി ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റഡ് ഇസ് ഏതാണ്? ഹൈൻ സെക്കൻഡ് ആണ്. ഏതാണ്? നമ്മുടെ ഹൈൻ സെക്കൻഡ് ആണ്. ഓക്കെ, യെസ്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം ടാഗ് പോളിമറൈസ് ഐസൊലേറ്റഡ് ഫ്രം ഡാഷ് ബാക്ടീരിയം. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതാണ്? തെർമസ് അക്വാട്ടിക്കസ് ആണ്. എന്താണ്? തെർമസ് aquaticus. Okay, next one. Name the instrument used to produce large quantity of recombinant protein. ഏതാണ്? നമ്മുടെ ബയോറിയാക്ടേഴ്സ് ആണ് അല്ലേ? ബയോറിയാക്ടേഴ്സ്. വെസൽ എന്നും ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറയും, ബയോറിയാക്ടേഴ്സ് ആണ്. യെസ്, choose the correct answer. Which of these enzymes remove nucleotides from the ends of DNA? But DNA ന്റെ ends എന്ന് കട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സോന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഇനി നെയിം ദ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. എന്താണ്? സെപ്പറേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജെൽ ഇലക്ട്രോഫോറസിസ് തന്നെയാണ്. ഇനി ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. DNA ലിഗേസ് എന്തിനു വേണ്ടിയിട്ടാണ്? കട്ടിംഗ് ഓഫ് DNA ആണോ? അല്ല, നമുക്കറിയാം ജോയിനിങ് ആണ് അല്ലെ, മോളിക്കുലാർ ഗ്ലൂ ആണത്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മക്കൾ കണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി തന്നെ പഠിച്ചു വെക്കാം. റീകോമിനന്റ് DNA is directly injected into the nucleus of an animal by a method called. ഡയറക്റ്റ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്താ നമ്മൾ വിളിക്കുന്നത്? മൈക്രോ ഇഞ്ചെക്ഷൻ ആണ് കേട്ടോ. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ആ ബോംബാർഡിംഗ് മെത്തേഡ് നമ്മൾ ബയോളിസ്റ്റിക്സ് എന്ന് വിളിക്കും. ഓക്കെ, സെലക്ട് ദി കറക്റ്റ് പെയർ. സോ പ്ലാന്റ് സെല്ല് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം സെല്ലുലേസ് തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു DNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്താണ്? ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം അല്ലെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? സെല്ലുലേസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫൈൻ. ബാക്ടീരിയ ആകുമ്പോൾ ലൈസോസൈം ആണ്, ഫംഗസ് ആകുമ്പോൾ കൈറ്റ്നീസ് ആണ്, അതുപോലെ പ്രോട്ടീൻ പ്രോട്ടിയേസ് ആണ്. ഓക്കെ, വിച്ച് എൻസൈംസ് ആർ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്? നമ്മൾ പറഞ്ഞിരുന്നു റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് അല്ലെ, എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും ആണ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. In recombinant DNA technology, precipitated DNA can be separated by. ഓക്കെ, അതിൽ നമുക്ക് സ്പൂളിംഗ് ആണ്. സ്പൂളിംഗ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു DNA സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് DNA നമ്മളിങ്ങനെ സ്ട്രാൻഡ്സ് ആയിട്ട് ആ ഒരു ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പൂളിംഗ് എന്ന് പറയും. അതേ സമയത്ത് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിൽ ഏറ്റവും എൻഡിൽ ഈ ജെല്ലിൽ നിന്ന് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിന് നമ്മൾ എലൂഷൻ എന്ന് വിളിക്കും. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, choose the correct answer. Which of these is the first isolator? Restriction endonuclease നമുക്കറിയാം ഹൈൻ സെക്കൻഡ് ആണ്. Write the name of the stain used for visualizing DNA fragments in UV radiation. എന്താണ്? എത്തീരിയം ബ്രോമൈഡ് ആണ് അല്ലെ. അപ്പൊ ആണ് ഓറഞ്ച് കളർ ബാൻഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ മാത്രമേ UV ലൈറ്റിൽ നമുക്ക് DNA ഫ്രാഗ്മെന്റ്സിന് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ, സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, യെസ്. Dash is a commonly used matrix extracted from seaweeds which is used in gel electrophoresis. എന്താണ്? നമ്മുടെ agarose gel ആണ്. ഓക്കെ, യെസ്, agarose gel ആണ്. What does BT stands for in BT cotton? എന്താണ് BT എന്ന് പറയുന്നത്? Bacillus thuringiensis ആണ്. ഓക്കെ, ഫൈൻ.
ഇനി fill in the blank. Animals that have their DNA altered and express a foreign gene are known as എന്താണ്? Transgenic animals ആണ്. Transgenic animals. Transgenic animals. Okay, fine. Yeah. ഇനി expand ELISA എന്താണ്? Enzyme linked immunosorbent assay. Okay. ഓക്കെ, ആ പെന്നിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മിസ് പല ആൻസേഴ്സും എഴുതാത്തത് കേട്ടോ. സോ എൻസൈം ലിങ്ക് ഇമ്മ്യൂണോസോർബന്റ് അസേ ആണ് നമ്മുടെ എലീസ എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. എ മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക് ദാറ്റ് വർക്ക്സ് ഓൺ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എലീസയ്ക്കുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ ആയി. എന്താണ് നമ്മുടെ എലീസയാണ്? ഓക്കെ, ഫൈൻ. Then name the first transgenic cow that produced human protein enriched milk. Miss already ആൻസറും പറഞ്ഞു പോയി. ആരാണ്? നമ്മുടെ റൂസി ആണ് അല്ലേ? റൂസി, റൈറ്റ്. നെയിം ദ ക്രൈ ജീൻ ദാറ്റ് കൺട്രോൾസ് കോൺ ബോറർ ഇൻസെക്ട്സ്. ഏതാണ്? ക്രൈ 1AB ആണ്. ഓക്കെ, ഫൈൻ. യെസ്. Crystals of Bt toxin produced by some bacteria do not kill the bacteria themselves because എന്തുകൊണ്ടാണ്? അവിടെ ഒരു മീൻസ് ടോക്സിൻ എന്താണ്? ഇനാക്റ്റീവ് മോഡിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ ബാക്ടീരിയയിൽ പ്രത്യേകിച്ച് അത് അഫക്ട് ചെയ്യാതിരിക്കുന്നത്. എന്താണ്? ടോക്സിൻ ഇനാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്, ഒരു പ്രോ ടോക്സിൻ ആയിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ കോൺ ബോററിന്റെ ആ ഒരു ഗട്ടിലെത്തി കഴിയുമ്പോൾ മാത്രം, ആ pH ചേഞ്ച് വരുമ്പോൾ മാത്രമാണ് ഇത് ആക്റ്റീവ് ആവുകയും അങ്ങനെയാണ് കോൺ ബോററിനെ അത് കില്ല് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. A single-stranded DNA or RNA tagged with radioactive molecule is called a probe. Okay. The capacity to generate a whole plant from any cell or explant is known as. ആ ഒരു കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ടോട്ടിപൊട്ടൻസി. അതാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. Then expand GEAC എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് നമ്മൾ പറയും, അപ്രൂവൽ കമ്മിറ്റി എന്ന് നമ്മൾ പറയും. ഇപ്പം റീസെന്റ് ആണ് അപ്രൈസൽ കമ്മിറ്റി എന്നാക്കിയിട്ടുള്ളത്. നിങ്ങൾ അപ്രൂവൽ കമ്മിറ്റി എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ. സെലക്ട് ദ നോൺ പാരസൈറ്റിക് ഓർഗാനിസം ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. നോൺ പാരസൈറ്റിക് ലൈസ് ആണോ? അല്ല. കസ്ക്യൂട്ട് ആണോ? അല്ല. എപ്പിഫൈറ്റിക് ഓർക്കിഡ് എന്ന് പറയുന്നത് പാരസൈറ്റ് അല്ല. ഓക്കെ, ഫൈൻ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മൈക്കോറൈസ എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. റൈസ് ഓൺ ഹ്യൂമൻസ് നമ്മൾ കാണുന്ന നമ്മുടെ പെയിൻ എന്താണ്? നമ്മുടെ ഇതിൽ പാരസൈറ്റ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. റൈറ്റ്, ദാറ്റ് ഇസ് പാരസൈറ്റിസം. നെയിം ദ അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഫംഗി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. എന്താണ് നമ്മുടെ മൈക്കോറൈസ? അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇന്ററാക്ഷൻ ഏതാണ്? മ്യൂച്വലിസം ആണ്. ഓക്കെ, ഫൈൻ. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ. പാരസൈറ്റിസം ആണോ? അല്ല. മൈക്കോറൈസ മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. അത് കറക്റ്റ് പെയർ ആണ്. യെസ്. ദ പാരസൈറ്റിക് ബേർഡ് ലേസ് ഇറ്റ്സ് എഗ് ഇൻ ദ നെസ്റ്റ് ഓഫ് ദ ഹോസ്റ്റ് ആൻഡ് ദ ഹോസ്റ്റ് ബേർഡ് ഇൻക്യുബേറ്റഡ്. നെയിം ദ ടൈപ്പ് ഓഫ് പാരസൈറ്റിക് ഇന്ററാക്ഷൻ. എന്താണ്? ബ്രൂഡ് പാരസൈറ്റിസം. എന്താണ്? ബ്രൂഡ് പാരസൈറ്റിസം. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആണ്. എന്താണ് ബ്രൂഡ് പാരസൈറ്റിസം എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. The population interaction in which one species is harmed whereas the other is unaffected. ഒന്ന് ഹാം ചെയ്യുന്നു, ഒന്ന് അൺഅഫക്റ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അമെൻസാലിസം ആണ്. ഓക്കെ, എന്താണ്? അമെൻസാലിസം. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സീ ആനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് ഇന്ററാക്ഷൻ ആണ്? കമൻസാലിസം ആണ്. ഏതാണ്? കമൻസാലിസം. ഓക്കെ, ഇതിൽ ചില ബുക്കിലൊക്കെ നമുക്കത് മ്യൂച്വലിസം ആയിട്ടും കാണാൻ പറ്റും, ചില കൂടുതലും എന്താണ്? കമൻസാലിസം ആയിട്ടും ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫൈൻ. Yes, the number of births during a given period in a population that are added to initial density refers to. എന്താണ്? നമ്പർ ഓഫ് ബർത്ത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. എന്താണ് അതിനെ വിളിക്കുന്നത്? നാറ്റാലിറ്റി ആണ് അല്ലെ? ബർത്ത് റേറ്റ് ആണ് അല്ലെ? ലോഗിസ്റ്റിക് ഗ്രോത്ത് is described by the following equation. dn by dt is equal to rn and k minus n by k. Okay, k എന്ന് പറയുന്നത് എന്താണ്? ക്യാരിങ് കപ്പാസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Yes, fine. Next question. Which among the following equation is related with net primary productivity? ഏതാണ്? GPP minus R equal to NPP അല്ലേ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് എന്താണ്? നമ്മൾ റെസ്പിറേറ്ററി ലോസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു. യെസ്. ദ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ ഇക്കോസിസ്റ്റം ആർ ചീഫ് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. അവരല്ലേ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ്, ഫൈൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ by consumers in an ecosystem is. എന്താണ്? ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നു അല്ലെ? അപ്പൊ അതിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എവിടെയാണ്? പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് വരുന്നു. സെക്കൻഡറി എന്ന് പറയുന്നതാണ് കൺസ്യൂമേഴ്സ്. റൈറ്റ്, യെസ്. ഇനി fill in the blank. The natural interconnection of different food chains is called. എന്താണ്? ഫുഡ് വെബ് ആണ്. ഇതൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. The process of breaking down of dead atoms into smaller
particles is called? Again, simple question. പക്ഷേ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. എന്താണ് നമ്മുടെ fragmentation? എന്താണ് നമ്മുടെ fragmentation ആണ്. Yes. ഇനി choose the correct answer. Example for primary producer in an ecosystem. ഇവിടെ man ആണോ? അല്ല, അത് consumer ആണോ? Grass. Yes, grass is the right answer. Yeah. ഇനി GPP minus R equal to NPP. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതിൽ R എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? R എന്ന് പറയുന്ന അവിടുത്തെ റെസ്പിറേറ്ററി ലൂസ് ആണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് എനർജി യൂസ് ചെയ്യുന്നു, റൈറ്റ്? യെസ്, ഫൈൻ. Sun is the only source of energy for all ecosystem on earth, but one exception. What is that? അതായത് ഡീപ് സീ എക്സോതെർമൽ സിസ്റ്റം അല്ലെ, അങ്ങ് കടലിന്റെ ഉള്ളിൽ മാത്രമാണ് ഈ സണ്ണിന് അവർക്ക് മീൻസ് സണ്ണിന്റെ റേസ് അവിടെ എത്തുന്നില്ല. അപ്പം ആ ഒരു സണ്ണിന് യൂസ് അല്ലെ ലൈറ്റ് യൂസ് ചെയ്യാത്തത് അത് മാത്രമാണ് ഡീപ് സീയിലാണ് കേട്ടോ. ഇനി vertical distribution of different species occupying different levels is called എന്തിനാ? അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഡിഫറെന്റ് സ്ട്രാറ്റാസ് ഫോം ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ? ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും 1 വേർഡ്സ് ആണ് നമ്മളോട് റീസെന്റ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു 2021 തൊട്ടിട്ട് 2026 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വരാറുണ്ട്, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ മുന്നിലുള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എന്താണെങ്കിലും ബോട്ടണി നിങ്ങൾ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്ത് പാസ്സാവാൻ ശ്രമിക്കണം. അതിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലോണം ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരണം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. ബൈ ബൈ.